മടത്തിലമ്മയുടെ സഹോദരന്റെ പാസും അനൂപ് ആന്റണിയുടെ സ്മാഷും. മടത്തിലമ്മയുടെ ജാമ്യം മുതലാക്കുവാനുള്ള അഹിമനം സിദ്ധാർത്ഥന്മാരുടെ ജയിൽ വളപ്പിലെ തരിടകൾ അല്പം സമയം മുമ്പ് ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. മറ്റൊരു രസകരമായ കലാപരിപാടി ജയിൽ വളപ്പിൽ അരങ്ങേറിയത് കാണുക. കോൺഗ്രസ്സുകാരനായ മടത്തിലമ്മയുടെ ഒരു ബന്ധു മാധ്യമങ്ങളെ കണ്ടപ്പോൾ കരഞ്ഞുകൂവി റോജി എം ജോണിനെ കെട്ടിപ്പിടിച്ചു. ആ വൈകാരിക നിമിഷങ്ങൾ ഒപ്പിയെടുക്കുവാൻ നിന്ന മാധ്യമങ്ങളെല്ലാം ആ രംഗം പകർത്തുവാനായി അങ്ങോട്ട് ഓടിയെടുത്തു. അവരുടെ ആ കെട്ടിപ്പിടുത്തവും പദം പറച്ചിലും കരച്ചിലുമൊന്നും ആസൂത്രിതമാണെന്ന് ആർക്കും തോന്നുകയില്ലായിരുന്നു. അവസരം മുതലാക്കുവാൻ കാത്തുനിന്ന അനൂപ് ആന്റണി കൈവിട്ടു പോയെന്ന് കരുതിയ ആ അവസരം എത്ര സമർത്ഥമായാണ് തിരികെ പിടിച്ചത് എന്ന് കാണുക. താൻ കൊടുത്ത പാസ് റോജി എം ജോണിൻ്റെ കയ്യിൽ നിന്നും അനൂപ് ആന്റണി തട്ടിക്കൊണ്ടുപോകുന്നത് ദയനീയമായി നോക്കുന്ന മടത്തിലമ്മയുടെ ആ ബന്ധുവിൻ്റെ ദയനീയ മുഖം നമ്മുടെ മനസ്സിൽ നിന്നും മായുകയില്ല. എന്തായാലും വീണ് കിട്ടിയ ആ പാസ് കിടിലം സ്മാഷിലൂടെ അനൂപ് ആന്റണി ഗോളാക്കി. ജാമ്യം എന്ന വാർത്ത ജയിലിന്റെ മുമ്പിൽ നിന്ന് വരുന്നു. അവരുടെ ബന്ധുക്കൾ വിങ്ങിപ്പൊട്ടുന്നതും റോജി എം ജോൺ ഉൾപ്പെടെയുള്ളവരുമായി സന്തോഷ നിമിഷം കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രതികരണത്തിലേക്ക്. എന്റെ സഹോദരന് റോജി ജാമ്യം ലഭിച്ചു. എന്താണ് നല്ല വാർത്തകൾ, നല്ല വാർത്തകൾ. ബെയിൽ അനുവദിച്ചു. വക്കീൽ എന്റെ കോള് ഇപ്പം ഞാൻ വക്കീലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബെയിൽ ഗ്രാന്റ് ചെയ്തു. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 7 ദിവസമായി. എനിക്കറിയാം, ഒരു 12,000 കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും സന്തോഷം നൽകുന്ന വേറെ ദിവസമില്ല അച്ഛാ. അതുകൊണ്ട് ഇത്രയും ദിവസം നമ്മുടെ പരിശ്രമം അത് ഫലം കണ്ടിട്ടുണ്ട്. ഒരു വലിയ സന്തോഷത്തിന്റെ ദിവസമാണ്. ഞങ്ങൾ കൂടെ ഉണ്ടാവും, ഞങ്ങളെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ആ കൂടെ ഉണ്ടെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇത് എല്ലാ വെല്ലുവിളിയും നേരിട്ടാണ്. ഇത്രയും ദിവസത്തെ ഒരു പ്രതിരോധവും വെല്ലുവിളിയും നിങ്ങളെല്ലാം കണ്ടതാണ്. അതെല്ലാം നേരിട്ടിട്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഒരു വലിയൊരു വിജയമാണ്. തീർച്ചയായിട്ടും നല്ല സന്തോഷം. ഇതൊക്കെ കണ്ട് പൂഞ്ഞാർ ജോർജിന്റെ ചക്കരച്ചക്കൻ കണ്ണും മിഴിച്ചവിടെ നിൽപ്പുണ്ടായിരുന്നു. നുഴഞ്ഞു കയറുവാൻ അവന് ഒരവസരം കിട്ടിയില്ല. അനൂപ് കൊടുത്തില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.